അപ്പോൾ പോലീസ് ഇങ്ങനെ ഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് അവിടെ. ഈ വളരെ ഭീകരമായി മർദ്ദനത്തിന് ഉണ്ടായിരുന്ന പുലിക്കോടൻ നാരായണൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. ഞാൻ 2001 MLA ആയിരിക്കുന്ന സമയത്ത് പുലിക്കോടൻ നാരായണൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴേക്കും അദ്ദേഹം സായിബാബേൻ്റെ ഭക്തനായി മാറിയിട്ടുണ്ട്. അന്ന് ഈ ഭീകരമായ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത ഓഫീസർമാരൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അവരെല്ലാം പല രീതിയിലാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് അത് നമ്മളെ വിഷയമല്ല. നമ്മൾ ഇതിൻ്റെ പേരിൽ ആരോടെങ്കിലും ഒരു വ്യക്തിവിരോധം പുലർത്തുകയോ ഒന്നും ചെയ്തിട്ട് ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം ഞങ്ങൾക്കെതിരായിട്ട് വന്നത്. അവിടെ നിന്ന് പിന്നെ എന്നെ പേരാമ്പ്ര പിന്നീട് ലോക്കപ്പിലേക്ക് മാറ്റി. ഒരു 10-14 ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു. ലോക്കപ്പിൽ കിടക്കുന്ന സമയത്തും കുളിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ നിന്ന് ഭക്ഷണം തരാൻ അനുവദിച്ചിരുന്നു. അതാണ് ഒരു വ്യത്യാസം ഉണ്ടായി. ഭക്ഷണം തരാൻ അനുവദിച്ചിരുന്നു. കക്കയം ക്യാമ്പിൽ കിടക്കുന്ന സമയത്ത് ഒരു 4ാമത്തെ ദിവസം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു ഭക്ഷണവും ഇല്ല. ഒരു ദിവസം പോപ്പുലർ ഓട്ടോമൊബൈൽസിൻ്റെ മുതലാളിൻ്റെ മകനെ അവിടെ പിടിച്ചിട്ടുണ്ട്. അയാൾ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ഒരു പോൾ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി. പോൾ എന്നെൻ്റെ ഒരു ഓർമ്മയാണ്, എന്തെങ്കിലും എനിക്ക് മാറ്റമുള്ളത് പറയാൻ കഴിയില്ല. അദ്ദേഹം അവിടെ വന്നിട്ട്, അദ്ദേഹം ഇപ്പം ജീവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അവിടെ പിടിച്ചുകൊണ്ടുവന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്. അന്ന് ഇവിടെ ക്യാമ്പിനകത്തുള്ള എല്ലാ തടവുകാർക്കും കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും കൊടുത്തു. അത്തരം ഒരു സാധനം കിട്ടിയപ്പോഴുള്ള ഞങ്ങൾക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. ഒരു പച്ചില കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ചവച്ചരച്ചാൽ അത്രയും ആശ്വാസമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അതായിരുന്നു അതിൻ്റെ അന്തരീക്ഷം. പിന്നീട് പേരാമ്പ്ര ലോക്കപ്പിൽ വന്നു. അവിടെ നിന്ന് അവർ കേസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒരു 3 മാസം ജയിലിൽ കഴിഞ്ഞ് പിന്നെ കേസ് നടത്തി. കേസ് പിന്നെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. പേരാമ്പ്രശ്ശേരിയിലെ തൊഴിലാളികളെ ഈ മർദ്ദനത്തിൻ്റെ ഈ പശ്ചാത്തലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മർദ്ദിച്ച് യൂണിയൻ മാറ്റാനാണ് ശ്രമിച്ചത്. പക്ഷെ ഒരൊറ്റ തൊഴിലാളിയെ യൂണിയൻ മാറ്റാൻ കഴിഞ്ഞില്ല. അതിൽ ഉറച്ചു നിന്നൊരു വിഭാഗം സ്ത്രീ തൊഴിലാളികളാണ്. ഒരു സ്ത്രീ തൊഴിൽ, പുരുഷന്മാരൊന്നും ക്വാർട്ടേഴ്സിലൊന്നുമില്ല. അവരെ റബ്ബർ ടെറസിൽ കിട്ടുന്ന ആളുകളൊക്കെ വെച്ച് റബ്ബർ ടെറസിലിട്ട് അടിച്ച് തകർക്കുകയാണ്. അതിനെല്ലാം അതിജീവിച്ച് സ്ത്രീ തൊഴിലാളികൾ വളരെ ധീരമായി ഉറച്ചു നിന്നു. അത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട അനുഭവമാണ്. അപ്പം ആ തൊഴിലാളികളാണ് ഞങ്ങൾക്കെല്ലാം സംരക്ഷണം നൽകിയത്. അപ്പോൾ ഇങ്ങനെയാണ് പോയത്. പിന്നെ വിവിധ തലങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. അതാണ് അടിയന്തരാവസ്ഥയുടെ അനുഭവം എന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്ര ഭീകരമായൊരു മർദ്ദനമുറയെ അനുഭവിക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. രാജൻ ഞങ്ങളുള്ള സമയത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ മർദ്ദിച്ച് കൊല ചെയ്യപ്പെട്ടതാണ്. തിരോധാനം അല്ല രാജൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന അയാളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ട് അയാൾ മരണപ്പെട്ടു പോയി. മരിച്ചു പോകും. ചിലപ്പം രാജൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുണ്ടാവുന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ആ കക്കയം ക്യാമ്പിൽ ഇരിക്കുന്ന കാലത്ത് ഞാൻ തിരിച്ചു വരില്ല എന്നാണ്. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എൻ്റെ മൂത്ത മകനെ പ്രഗ്നൻ്റ് ആയ സമയമാണ്. അപ്പം ഞാനവിടെ ലോക്കപ്പിലുള്ള സമയത്ത് ഇവരെന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ എന്നെ കാണാൻ വന്ന്, പക്ഷേ പോലീസ് ഭയങ്കര തെറി പിടിച്ചു, കാണാൻ അനുവദിച്ചില്ല. ഇതായിരുന്നു അന്നത്തെ ഒരു നിലപാട്. രാജൻ്റെ തിരോധാനം എന്ന് പറയുന്നത് തിരോധാനമല്ല, യഥാർത്ഥ മർദ്ദിച്ച് കൊന്നതാണ് രാജനെ. മർദ്ദനത്തിൽ രാജൻ മരണപ്പെട്ടു പോയി. അപ്പം ഇതിന് ശേഷം രാജൻ്റെ അച്ഛൻ ഈച്ചരവാരുടെ നേതൃത്വത്തിൽ ഒരു ജാഥ നടന്നു കേരളത്തിൽ. അന്ന് ആ ജാഥ സംഘടിപ്പിച്ചത് KSYFിൻ്റെ നേതൃത്വത്തിലാണ്. TP ദാസൻ, പാട്യൻ രാജൻ, വൈക്കം വിശ്വൻ ഇവരെല്ലാം അന്ന് ആ ജാഥയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അന്ന് എറണാകുളത്തുള്ള ഗോപി കോട്ടമുറിക്കൽ, അദ്ദേഹവും കൂടുതൽ മർദ്ദനമേറ്റ ഒരാളാണ്. എറണാകുളത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ. അപ്പോൾ ഞങ്ങൾ ജാഥ കേരളത്തിലുടനീളം നടത്തി. അന്ന് ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണിയുടെ അധ്യാപകനാണ് AK ആൻ്റണി ആണ് അന്ന് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് ഈച്ചർവാൻ. ഞങ്ങൾ നിവേദക സംഘമായിട്ട് അങ്ങ് മുഖ്യമന്ത്രിൻ്റെ മുമ്പിൽ ചെന്നപ്പം മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഇരിക്കുന്നില്ല. ഒരു പ്രതികരണം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. ആ രാജൻ്റെ കുടുംബം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങൾ അതൊരു മനുഷ്യജീവിതത്തിൽ അത് അനുഭവിച്ചറിയുന്നവർക്കേ മനസ്സിലാകുന്നു. അത്രയധികം പീഡനങ്ങളും പ്രശ്നങ്ങളും. എന്ത് കുറ്റത്തിന്? ഇപ്പം നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ് രാജൻ.
ആ കുടുംബത്തിന് പോയി, സമൂഹത്തിന് നഷ്ടപ്പെട്ടു, ഇതെല്ലാം ഉണ്ടായല്ലോ. അത് കോൺഗ്രസിൻ്റെ ഈ തെറ്റായ നിലപാടിൻ്റെ, കോൺഗ്രസ്സാണ് ഈ അമിതാധികാര വാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. അവർ സ്വീകരിച്ച തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്, രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടായത്. അതിനെ നമ്മുടെ CPIM ഈ അക്രമത്തെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയി പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്ന നിലയിലേക്കാണ് പിന്നീട് ഭാവിയിൽ എത്തിച്ചേർന്നത്. ആ ഒരു അന്തരീക്ഷം ഇന്നും തുടരുകയാണ്. ഇതിൻ്റെ ഇടയിൽ പാർട്ടി നിരവധി ചുമതലകൾ എന്നെ ഏൽപ്പിച്ചു. ഞാൻ ആ ചുമതലകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്.